പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേട്ടത് എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് എവിടെയാണ് കിട്ടിയത്? ഒരു വ്യക്തി നമുക്ക് നേടിയെടുത്തതല്ല, ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു സമൂഹ പ്രവർത്തകനോ നമ്മൾക്ക് വേണ്ടി നേടിയെടുത്തതല്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയ യാഥാർത്ഥ്യമായ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം, യേശു ക്രിസ്തു ആ കുരിശേല നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി മരിച്ചതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ പറ്റുന്നത്. അത് നമ്മുടെ ഒരു അവകാശമാണ്. സ്വാതന്ത്ര്യം നമ്മളുടെ, ഒന്ന് പറഞ്ഞേ, സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണെന്ന്. ഹല്ലേലൂയ. ഇറ്റ്സ് എ ബർത്ത് റൈറ്റ്, ഇറ്റ്സ് അവർ ഇൻഹെറിറ്റൻസ്. ഹല്ലേലൂയ. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോമർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായമാണ് നമ്മൾ അടുത്ത 1-2 ആഴ്ചകളിൽ ദൈവം നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വാതന്ത്ര്യം പലപ്പോഴും സ്വാതന്ത്ര്യം എന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, പക്ഷെ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ശിക്ഷാവിധിയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. ദർ ഇസ് എ ഫ്രീഡം ഫ്രം പണിഷ്മെൻറ്റ് ഓർ കോണ്ടംനേഷൻ. അതുകൊണ്ടാണ് റോമർക്കുള്ള ലേഖനം, ഹല്ലേലൂയ, ഹല്ലേലൂയ, റോമർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നത്, ഫോർ ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹാസ് മെയ്ഡ് മീ ഫ്രീ ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ള ജീവൻ വഴി എനിക്ക് നിയമത്തിലൂടെയുള്ള മരണത്തിൽ നിന്ന് എനിക്കൊരു വിജയമാണ് കിട്ടുന്നത്. ഒന്ന് വായിക്കാവത്. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കുകയാണ്, ഇന്നു മുതൽ എന്നെ നയിക്കുന്നത് ആരാണ്? നമുക്കറിയാം റോമർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത്. അപ്പോൾ എന്നെ നയിക്കുന്നത് ഏത് ആത്മാവായിരിക്കണം? നിയമത്തിൻ്റെ ആത്മാവാണോ അതോ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാണോ? പരിശുദ്ധാത്മാവ്. It must be the spirit of the living God that leads us and guides us. അപ്പോൾ നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, നിയമം എന്തിനാണ്? നിയമം വിധിക്കാനാണ്, നിയമം കുറ്റം കാണാനാണ്, നിയമം ശിക്ഷിക്കാനാണ് നിയമമുള്ളത്, അല്ലേ? ആർക്കും അനുഗ്രഹിക്കാനാണോ നിയമമുള്ളത്? അല്ല. ദൈവം പറയുന്നത് ഇത് ലംഘിക്കരുത്, ഇത് ലംഘിക്കരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ. അപ്പം നിയമത്തിൽ നിന്ന് വരുന്നത് എന്താണ്? ശാപം. നിയമത്തിൽ നിന്ന് ശിക്ഷ. പക്ഷേ യേശു ക്രിസ്തു വന്നത് നിയമം തരാനല്ല. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നത്, നിയമം മോശ വഴി നൽകപ്പെട്ടു, പക്ഷേ കൃപയും സത്യവും യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു പുതിയ കാലത്തിലാണ്. നിയമത്തിൻ്റെ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കൃപയുടെ കാലത്താണ്, സത്യത്തിൻ്റെ കാലത്താണ്. യേശു ക്രിസ്തുവിൻ്റെ വിജയകരമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവപുത്രൻ മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് എന്തിനാണ്? പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമുക്ക് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ആഗമനം മുതൽ നമ്മൾക്ക് വിജയം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അറിയാം, ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ വി ലിവ് അക്കോർഡിംഗ് ടു the working of the spirit in our life. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് റോമർക്കുള്ള ലേഖനം 7-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, so then if while her husband lives she marries another man, she will be called an adulteress. But if her husband dies, she is free from the law, so that she is no adulteress though she has married another man. ഇത് ലോകത്തിലെ ഒരു വിവാഹത്തിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ ആ ലോകത്തിലെ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ലോകത്തിലെ നിയമത്തിൽ ഒരു വിവാഹം ചെയ്ത ഒരു സ്ത്രീ വേറൊരു വ്യക്തിയുമായിട്ട് ഒരു കൂട്ടായ്മ, ഒരു ബന്ധമുണ്ടെങ്കിൽ അവളെ വിളിക്കുന്നത് വ്യഭിചാരി എന്നാണ്. കാരണം വ്യഭിചാരണി എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? ഒരു നിയമം പറയുന്നുണ്ട്, നീ ഒരു ഭർത്താവേ പാടുള്ളെന്നുള്ളത്, അല്ലേ? അങ്ങനെ ഉള്ളപ്പോൾ അതിനെ ലംഘിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ശിക്ഷാവിധി ഉണ്ടാവും. പക്ഷേ ആ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ഞാൻ ആ നിയമത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുകയാണ്. പിന്നെ എനിക്ക് വേറൊരു വ്യക്തിയെ കല്യാണം കഴിക്കുവാനും ആ വ്യക്തിയുമായിട്ട് കൂട്ട് താമസിക്കുവാനുമായിട്ടുള്ള ഒരു അവകാശം എനിക്കുണ്ട്. Are you with me? ഒന്ന് വായിച്ചു മലയാളത്തിൽ. ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും.
പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ അവൾ വ്യഭിചാരിണിയാകുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെ യേശു ക്രിസ്തുവായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളുടെ ഭർത്താവിൻ്റെ പേരെന്തായിരുന്നു? Praise God. Hallelujah. We were married to sin. We were slaves of sin. നമ്മളുടെ ഭർത്താവിൻ്റെ പേര് പാപം എന്നായിരുന്നു. പക്ഷേ ഈ നിയമം അനുസരിച്ച്, ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് പോലും ആ പാപമാകുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ മരിക്കുമ്പോൾ എനിക്ക് യേശുവാകുന്ന കൃപയുമായിട്ട് ഒരു ബന്ധമുണ്ടാകുവാനുള്ള ഒരു അവകാശം എനിക്ക് കിട്ടുകയാണ്. Are you with me? എനിക്ക് എൻ്റെ പാപമാകുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ മരിക്കുമ്പോൾ എനിക്ക് I am free from sin. Now I am free according to the law to marry grace, to marry Jesus. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും നിങ്ങൾക്ക് പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവുമായിട്ട് ഒരു ബന്ധമുണ്ടാകാൻ പറ്റുകയില്ല. Are you with me? കാരണം ലോകത്തിൻ്റെ നിയമം പോലും അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശുവിനെ നമ്മൾ ആരൊക്കെയാണ്? യേശുവിൻ്റെ ആരാ? നമ്മൾ മണവാട്ടിയാണ്. മണവാട്ടി എന്തിനാണ്? ഒരു മണവാളിനെ കാത്തു നിൽക്കുന്നവളല്ലേ മണവാട്ടി. അപ്പോൾ യേശുവിൻ്റെ മണവാട്ടി ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ മണവാളൻ മരിക്കണം. Are you with me? ആ പഴയ മണവാളൻ മരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് യേശു എന്ന മണവാളിനെ കെട്ടാനുള്ള യോഗ്യതയില്ല. പക്ഷെ പലവരും വ്യഭിചാരം ചെയ്യാനാണോ ആലോചിക്കുന്നത്? രാത്രി ഒരു മണവാളിൻ്റെ കൂടെ, പകല് വേറെ മണവാളിൻ്റെ കൂടെ, അങ്ങനെ വ്യഭിചാരം ചെയ്ത് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് നടക്കുകയില്ല, അത് സമ്മതിക്കുകയില്ല. കാരണം നിയമം പോലും, നിങ്ങൾ ആചരിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന നിയമം പോലും അത് നിങ്ങളല്ല കേട്ടോ, കേൾക്കുന്ന ചില വ്യക്തികൾ ആരാധിക്കുന്നതും അത് വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്ന നിയമം പോലും അത് സമ്മതിക്കുകയില്ല. കാരണം അല്ലേ, അത് സമ്മതിക്കുകയില്ല. കാരണം ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ. ചില സമൂഹത്തിൽ ഭർത്താക്കന്മാർക്ക് പല ഭാര്യകളാവും, നമുക്ക് അത് വിഷയമല്ല. പക്ഷേ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെൻ്റൽ ഇതാണ്, അത് പാപമാകുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ മരിച്ചിട്ടില്ലെങ്കിൽ കൃപയാകുന്ന യേശുവിനെ എനിക്ക് ഒരു മണവാളനായിട്ട് കാണാൻ പോലും പറ്റുകയില്ല. കാണാൻ പോലും പറ്റുകയില്ലെങ്കിൽ എനിക്ക് ആ മണവാളനായിട്ട് ഒരു ബന്ധം പോലും ഉണ്ടാകാൻ പറ്റുകയില്ല. കാരണം ആ മണവാളൻ എവിടെയാണെന്ന് പോലും എൻ്റെ കണ്ണുകൾ എന്നെ കാണിച്ചു തരികയില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത്, നിത്യജീവൻ എന്നത് ഏക സത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. അങ്ങനെ ആ നിത്യജീവനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പാപമാകുന്ന നിങ്ങളുടെ ഭർത്താവ് ഇന്ന് ഇവിടെ മരിച്ചു വീഴണം. നിങ്ങൾ ഇവിടെ ഇന്ന് ഈ ഹാളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ യു മസ്റ്റ് ഗോ ആസ് എ വിഡോ. Are you with me? A spiritual widow, if you are not already married to Jesus Christ. Hallelujah. If you are not already not married, if you are already not betrothed to Jesus, the marriage of the Lamb is going to take place at a future date. If you are not already betrothed to Jesus Christ, you must go to this place as a widow. Your husband, leave it here on that chair or on the floor. ആ കസാരയിലോ അല്ലെങ്കിൽ നിലത്തോ നിങ്ങളുടെ ഭർത്താവാകുന്ന പാപത്തെ നിങ്ങൾ മാറ്റിയിട്ട് വേണം പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ഇവിടെ നടന്നു പോകാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യേശുവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണ്? നമുക്കറിയാം, റോമർ ലേഖനം 6-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെ മരിച്ചാൽ നമ്മൾക്കൊരു മോചനം കിട്ടുകയാണ്. For he who has died has been freed from sin. He who has died has been freed from sin. ഒന്ന് വായിച്ചേ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കും. ഒരു ലൗകിക തരത്തിലൊരു ഉദാഹരണം നോക്ക്. ഒരു കള്ളുകുടിയനുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കാപ്പിക്ക് പകരം വിസ്കി അവല്ലോ കുടിക്കുന്നത്. അവൻ ഉച്ചയ്ക്കും വിസ്കി കുടിക്കും, വൈകുന്നേരവും വിസ്കി കുടിക്കും, രാത്രിയും വിസ്കി കുടിക്കും. അങ്ങനെ അവന് വിസ്കി കുടിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവൻ്റെ ഒരു ബന്ധനമല്ല പാപം, വിസ്കി കുടിക്കലായിരുന്നു. പക്ഷേ അവനോടുക്കം മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ അവന് വിസ്കി കുടിക്കാൻ പറ്റുമോ? അതെന്താ? വിസ്കി ഇല്ലാഞ്ഞിട്ടാണോ? എന്തു പറ്റി? അവൻ മരിച്ചു, അവൻ്റെ കാറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കാറ്റുപോയി. അപ്പോൾ അവൻ ആ പെട്ടിയിൽ കിടക്കുമ്പോൾ എത്ര നല്ല വിസ്കി കൊണ്ടുവന്നാലും അവന് കുടിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അവന് ഹീസ് ഡെഡ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയായിരിക്കണം പാപം.
ഏത് പാപം നമ്മളുടെ മുമ്പ് വന്നാലും നമ്മൾ പാപത്തോട് മരിച്ചാൽ പിന്നെ ആ പാപത്തിന് നമ്മളുടെ ജീവിതത്തിൽ ഒരു ആകർഷണവും ഉണ്ടാകുകയില്ല, അതിന് ഒരു ആധിപത്യവും ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് എന്തെങ്കിലും ബന്ധനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്കൊരു വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വല്ല ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ നമ്മളുണ്ടല്ലോ പലവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും, അതെടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ചിലപ്പം ഈസ്റ്ററിന് മുമ്പ് നൊയമ്പുണ്ടല്ലോ, നൊയമ്പ് കാലത്ത് നിങ്ങൾ അത് ചെയ്യാതിരുന്നിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ശാശ്വതമായ ഒരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പാപത്തോട് നിങ്ങൾ മരിക്കണം. ആ പാപത്തോട് നിങ്ങൾ മരിക്കണം. പിന്നെ നിങ്ങൾ ആ പാപത്തോട് മരിച്ചതുകൊണ്ട് ആ പാപം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല. Are you with me? You must understand this. കാരണം റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. You are only fooling yourself. നിങ്ങൾ മരിച്ചാൽ മാത്രമേ മരിച്ചവന് പിന്നെ പാപം ചെയ്യുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പിന്നെ 1 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട്, For he who is called in the Lord while a slave is the Lord's freedman. Likewise, he who is called while he is free is Christ's slave. ഒന്ന് വായിച്ചേ. എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. അടിമയായി മാറുകയാണ്. കാരണം ഞാൻ ആദ്യം ഒരു വ്യക്തി പാപത്തിൻ്റെ അടിമയായിരുന്നു. യേശു ക്രിസ്തുവായിട്ടുള്ള ഒരു ബന്ധം വന്നപ്പോൾ ആ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടി, ഞാൻ ഒരു വിമോചനം കിട്ടി. ഐ ആം എ ഫ്രീ മാൻ. അതേസമയത്ത് ഞാൻ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ, യേശു ക്രിസ്തുവായിട്ട് ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു അടിമയാകുകയാണ്. അടിമ എന്ന് പറയുന്നത് വലിയ ഭാരമുള്ള ജോലി ചെയ്യാനുള്ളതല്ല, യേശു ക്രിസ്തുവിൻ്റെ കർത്തത്തിൻ്റെ കീഴിലാണ്. സോ 2 തരത്തിൽ നോക്കുകയാണെങ്കിലും ഐ ആം ഗെറ്റിംഗ് എ ഫ്രീഡം ഫ്രം സിൻ. ഒന്ന്, ഞാൻ പാപത്തിൻ്റെ അടിമയായിരുന്നു, ഞാനിപ്പോൾ ഫ്രീ ആയി. രണ്ടാമത്തേതിൽ ഞാൻ ഫ്രീ ആയിരുന്നു, ഞാൻ പൂർണ്ണമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കർത്തത്തിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണ്. കാരണം റോമർക്കുള്ള 6-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ആരുടെയെങ്കിലും അടിമയാണെന്ന്. ഒന്നെങ്കിൽ പാപത്തിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമ, അല്ലെങ്കിൽ എന്തിൻ്റെയാണ് നീതിയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അടിമയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതം ആരുടെ കർത്തത്തിൻ്റെ കീഴിലായിരിക്കണം? യേശു ക്രിസ്തുവിൻ്റെ കർത്തത്തിൻ്റെ കീഴിലായിരിക്കണം. പിന്നെ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക? എങ്ങനെയാണ് കിട്ടുക? എങ്ങനെയാണ് കിട്ടുന്നത്? പ്രിയപ്പെട്ട ആർക്കും വന്നിട്ട് നിങ്ങളെ തടവുകാരെ ഇങ്ങനെയൊന്നും അഴിച്ചു കൊണ്ടുപോകാൻ പറ്റുകയില്ല. നിങ്ങൾ വചനം കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യു ഷാൽ ഹിയർ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ആരെത്ര റീസൺ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ലോജിക്ക് അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ തിയോളജി വഴിയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് സത്യം അറിയാൻ പറ്റുകയില്ല, നിങ്ങൾക്ക് മോചനം കിട്ടുകയില്ല. കാരണം നിങ്ങൾ സത്യം അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യം എന്താണ്? സത്യം വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്, the truth, the word, thy word is truth. Thy word is truth. John 17:17. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വചനം വഴി മാത്രമാണ്. അപ്പോൾ വചനം എപ്പോൾ നമ്മൾ കേൾക്കുന്നു, വചനം എപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നു, വചനം എപ്പോൾ നമ്മൾ അനുസരിക്കുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ സ്വാതന്ത്ര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടി ആവശ്യമുള്ളതാണ്, ഏറ്റവും കൂടുതലല്ല, ആവശ്യമുള്ള ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാണ്. കാരണം അങ്ങനെ വചനം നമ്മളെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ സൺ ഹാസ് സെറ്റ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യോഹന്നാൻ 8:36. അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം ഞാൻ ശരിയായിട്ട് ഉൾക്കൊണ്ട് അത് എനിക്ക് മനസ്സിലാക്കി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ആ പാപത്തിലേക്ക് പോകാൻ പറ്റുകയില്ല. ബിക്കോസ് നമ്മളെ സ്വതന്ത്രരാക്കിയത് ആരാണ്? യേശു ക്രിസ്തു ആകുന്ന സത്യമാണ്. സത്യം എപ്പോഴെന്നെ സ്വാതന്ത്ര്യമാക്കുന്നു, ഞാൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവനാണ്. അല്ലാതെ ചില റീസണിങ്, കൗൺസിലിങ് ഇതൊക്കെ ചീത്തയാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിൽ സത്യമാകുന്ന വചനമായിരിക്കണം. വൈകി അതുകൊണ്ട്
പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പുത്രനാകുന്ന നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് അവന്റെ നാമം ദൈവ വചനമെന്നാണ്. അപ്പോൾ ദൈവവചനമാകുന്ന യേശു ക്രിസ്തു ആകുന്ന സത്യം നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. അപ്പോസ്തലർ പറയുന്നത് 22-28 വചനം ഒന്ന് വായിക്കുക. അവിടെ ഒരു കാര്യം പറയാണ്. നമുക്കറിയാം റോമാർക്കുള്ള ലേഖനത്തിൽ റോമൻ പൗരനാകുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയൊരു സ്ഥാനമാണ്. ഇന്നത്തെ കാലത്ത് ഒരുമാതിരി താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് ഒരു US സിറ്റിസൺ ആകുന്നത് പോലെ എന്ന് വെച്ചോ. അത് വലിയൊരു കാര്യമാണ്. പല വ്യക്തികളും വളരെയധികം പ്രയത്നിച്ചിട്ടാണ് ഒരു US ഗ്രീൻ കാർഡും അത് കഴിഞ്ഞിട്ട് US സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടുന്നത്. അത് വലിയ വിലപിടിപ്പുള്ളൊരു കാര്യമായിട്ടാണ്. അന്നത്തെ കാലത്ത് റോമൻ പൗരനാകുക എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ടാണ് ആ കമാൻഡർ അങ്ങനെ പറഞ്ഞത്. ഒന്ന് കേൾക്കാം. ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത്. പൗലോസ് പറഞ്ഞു, എന്നാൽ ഞാൻ ജന്മനാ റോമാ പൗരനാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ കുറിച്ചാണ്. ഒരു വ്യക്തി എങ്ങനെയാണ് റോമ പൗരനായത്? വളരെയധികം വില കൊടുത്ത്, പൈസ കൊടുത്തിട്ടാണ്. പക്ഷെ പൗലോസ് പറയാണ്, ഞാൻ ജന്മനാൽ ഒരു റോമൻ പൗരനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ശ്രേഷ്ഠമായ, നമുക്കറിയാം പലതരത്തിലുള്ള രാജ്യങ്ങളുണ്ട്. റോമ രാജ്യമുണ്ട്, ഇന്ന് US രാജ്യമുണ്ട്, പല രാജ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഏത് രാജ്യത്തിലെ അംഗങ്ങളാണ്? സ്വർഗരാജ്യത്തിലെ അംഗങ്ങൾ അല്ലേ? അങ്ങനെ സ്വർഗരാജ്യത്തിലെ അംഗത്തിൻ്റെ പൗരത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം വില കൊടുക്കണം? എത്ര $? കൊടുക്കണമായിരിക്കും ഇപ്പം ചേട്ടോ? ഹല്ലേലൂയ. ഒരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. പൗലോസ് എങ്ങനെ റോമാർ പൗരനായോ അതുപോലെ തന്നെ നമ്മൾക്കും ഒരു ദൈവരാജ്യത്തിലെ പൗരനാകാം. പക്ഷേ ഒരു കാര്യം ചെയ്യണം. അവിടെ എങ്ങനെയാണ് പൗലോസ് റോമ പൗരനായത്? റോമിൽ ജനിച്ചതുകൊണ്ടല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾക്ക് സ്വർഗരാജ്യത്തിലെ പൗരനാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ജനിക്കണം? സ്വർഗരാജ്യത്തിലെ ജനിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-5 വചനങ്ങൾ പറയുന്നത്. എന്താണ്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുക പോലുമില്ല. പിന്നെ പറയുന്നുണ്ട് 5-ാമത്തെ വചനത്തിൽ എന്താണ്? സത്യം സത്യമായി ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മാവിലും ജലത്താലും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക പോലുമില്ല. അപ്പോൾ പൗലോസിന് എങ്ങനെ റോമ പൗരത്വം ഫ്രീ ആയിട്ട് കിട്ടിയോ, ജനനത്തോടുകൂടി കിട്ടിയോ, ആ ഒരു ബർത്ത് റൈറ്റ് ആയിട്ട് നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തിലെ പൗരത്വം കിട്ടുന്നത് നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴാണ്. ആർ യു വിത്ത് മീ? അങ്ങനെയാണ് നമ്മൾക്ക് ഫ്രീ ആയിട്ട്. അതുകൊണ്ട് അവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുകയില്ല. പൗരത്വം, സ്വർഗരാജ്യത്തിലെ പൗരത്വം അത് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അത് കിട്ടുന്നത് എങ്ങനെയാണ്? ഒന്ന് മരിക്കണം. നമ്മൾ മരിച്ച് ഒരു വീണ്ടും ജനനം ഉണ്ടാകുമ്പോൾ ആ വീണ്ടും ജനനം സ്വർഗരാജ്യത്തിലെ പൗരനായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് സ്വർഗരാജ്യത്തിലെ എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടാകും. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഗലേഷ്യൻസ് ഗലാത്യർലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു കാര്യം പറയുക. ഒന്ന് വായിക്കാം. സ്റ്റാൻഡ് ഫാസ്റ്റ് therefore in the liberty by which Christ has made us free and do not be entangled again with the yoke of bondage. എന്നാ പറയുന്നത്? Stand fast in the freedom which you have already got in Jesus Christ and do not go back into the bondage, the yoke of bondage. എന്ന് വായിച്ചേ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാക്കരുത്. ഒരു ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഈ നുകം എന്താണ്? വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് യോക്ക് ഓഫ് ബോണ്ടേജ്? ഇവിടെ പറയുന്നില്ലേ, സ്റ്റാൻഡ് ഫാസ്റ്റ് therefore in the liberty by which Christ has made us free. നമ്മളിപ്പോൾ നേരത്തെ ആ ഫ്രീഡത്തെ കുറിച്ചൊക്കെ കേട്ടു. ആൻഡ് ഡു നോട്ട് ബി entangled again with the yoke of bondage. ഈ യോക്ക് ഓഫ് ബോണ്ടേജ് എന്താണ്? Again entangled in the yoke of bondage. അപ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അത് പറയാണ്, ആൻഡ് അവിടെ നിന്ന് ഒരു ലിബർട്ടി കിട്ടി, ഒരു ഫ്രീഡം കിട്ടി. Then they saying again entangled in the yoke of bondage. What is that? That is, the yoke of bondage is not understanding the finished work at the cross of Christ and the spiritual eyes being blind. കാരണം ഇന്ന് പ്രിയപ്പെട്ടവരെ പല വ്യക്തികൾക്കും
യേശു ക്രിസ്തു ആരാണെന്നറിയാം, യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്നറിയാം, യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ചിട്ടല്ലാതെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ അറിയാം, യേശു ക്രിസ്തു വചനത്തിൽ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. എങ്കിലും അവർക്ക് നിയമത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു നുകം അവരുടെ കഴുത്തേ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ കാണുന്നത് എന്താണ്? യേശു ക്രിസ്തു കുരിശിൽ ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിച്ച ആ പ്രവൃത്തിയെ അല്ല അവർ മുന്നിൽ കാണുന്നത്. അതിനുപരി മനുഷ്യൻ കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെയാണ് അവർ രക്ഷയുടെ മാർഗമായിട്ട് കാണുന്നത്. പക്ഷേ നമ്മൾക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏക മാർഗമേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു ആകുന്ന വഴിയാണ്. പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യേശു ക്രിസ്തു ആകുന്ന ഒരു വാതിൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ കിട്ടണം. ദാറ്റ് ഈസ് ദ ബോണ്ടേജ്, ദാറ്റ് ഈസ് ദി യോക്ക്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 17-18 വചനങ്ങൾ അവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഒന്ന് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. തന്നെക്കുറിച്ചുള്ള പൂർണ്ണ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് മച്ച് മോർ എലാബറേറ്റ് ആൻഡ് ഐ തിങ്ക് ബെറ്റർ പ്രസൻറ്റഡ്. ഹല്ലേലൂയ. എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, that the God of our Lord Jesus Christ, the Father of glory, may give you the spirit of wisdom and revelation in the knowledge of him. അപ്പോൾ ഒന്ന്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ജ്ഞാനവും വെളിപാടും വേണം. അതെന്തിനാണ്? അടുത്ത വചനം പറയുന്നത്, the eyes of your understanding may being enlightened, that you may know what is the hope of his calling, what are the riches of the glory of his inheritance in the saints. അപ്പം നമ്മുടെ ആത്മീയ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ, നേത്രങ്ങൾ തുറന്ന് ആ യേശു ക്രിസ്തുവിനെ കാണുക. അത് കാണാതെ അവസ്ഥയിലാണെങ്കിൽ നമ്മളുടെ മുകളിലുള്ളത് ഒരു നുകമാണ്. അത് ഇറ്റ് ഈസ് എ യോക്ക് ഓഫ് ബോണ്ടേജ്. ഇന്ന് പല വ്യക്തികൾക്കും, പ്രിയപ്പെട്ടവരെ, നല്ല വ്യക്തികളാണ്, ഹൃദയത്തിൽ വളരെ നല്ല വ്യക്തികളാണ്, ദൈവത്തെ ആരാധിക്കണമെന്നും സേവിക്കണമെന്നും ഫൈനലായിട്ട് നിത്യത ദൈവത്തിൻ്റെ കൂടെ ചെലവഴിക്കണമെന്നൊക്കെ താല്പര്യമുള്ളവരാണ്. പക്ഷേ അന്ധകാരത്തിലായതുകൊണ്ട് അവർക്ക് സത്യം കാണാൻ പറ്റുന്നില്ല. എത്ര പറഞ്ഞാലും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് ഐസപ്രവാചകൻ പോലെ, they hear but they cannot understand, they see but they don't perceive. They are in ഒരു സ്പിരിച്വൽ ബോണ്ടേജ്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത്. കാരണം പല വ്യക്തികൾക്കും നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് രക്ഷയുടെ മാർഗമായിട്ട് കാണുന്നത് പ്രവൃത്തിയാണ്. പക്ഷേ രക്ഷയുടെ മാർഗം യേശു ക്രിസ്തുവാണ്, കൃപയാണ്, സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം, ഗലേഷ്യൻസ് 5:4. ഇത് നമ്മൾ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്. പക്ഷേ സഹോദര സഹോദരി, നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് ഉൾക്കൊള്ളണം. ഇറ്റ് സേസ് വെരി ക്ലിയർലി, നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. It says, you have become estranged from Christ, you who attempt to be justified by the law, you have fallen from grace. യേശു ആവുന്ന കൃപ, യേശു ആവുന്ന ജീവൻ, അതിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കപ്പെട്ടു പോവുക. ദാറ്റ് ഈസ് ഐ എം കട്ട് ഓഫ് ഫ്രം ദാറ്റ് ജീസസ് ഇഫ് ഐ attempt to be justified by obedience to the law. So the law can only kill. The law can only kill and punish. The law cannot reward you. No law in the country says that you don't do all these things, I'll give you 10,000 rupees. പറയുന്നുണ്ടോ ലോ? ഇല്ല, ഒരു നിയമം പറയുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്യാതെ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരാം, 1,00,000 രൂപ തരാം. ഇല്ല, നിയമം പറയുന്നത്രേ ഉള്ളൂ. നിങ്ങൾ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തല വെട്ടും, നിങ്ങൾ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ 16 വർഷം തടവ്, ജീവപര്യന്തം, അല്ലേ? സോ ദ ലോ ക്യാൻ ഓൺലി പണിഷ്. ആർ യു വിത്ത് മീ മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ? ദ പർപ്പസ് ഓഫ് ദ ലോ ഇസ് ടു പണിഷ്, but the purpose of grace is to give you life. The purpose of grace is to give you life.
കാരണം വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം പറയുന്നത്, Nevertheless, what does the scripture say? Cast out the bondwoman and her son, for the son of the bondwoman shall not be heir with the son of the freed woman. So there are two types of children. One who is born, രണ്ട് തരത്തിലുള്ള മക്കളുണ്ട്. ഒന്ന് ഒരു അടിമ സ്ത്രീയുടെ നിന്ന് ജനിച്ച ഒരു മകൻ. മറ്റത് ഒരു സ്വാതന്ത്ര്യമല്ല, വാഗ്ദാനത്തിൻ്റെ ഒരു പുത്രനാണ്. അവിടെ പറയുന്നത്, അപ്പോൾ ദൈവത്തിൻ്റെ അവകാശം അല്ലെ ഇൻഹെറിറ്റൻസ് വാഗ്ദാനത്തിൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. അടിമയുടെ മക്കൾക്ക് വാഗ്ദാനത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശമില്ല പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സോ ഇഫ് യു ആർ ബോൺ, ഇഫ് യു ആർ ലിവിങ് അണ്ടർ ദ ലോ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അടിമയുടെ മകനാണ്. അങ്ങനെ അടിമയുടെ മകൾക്ക് അവകാശമില്ല. അവകാശമുള്ളത് വാഗ്ദാനത്തിൻ്റെ മക്കൾക്കാണ്. ഹൈ വിറ്റ്നസ് ഒന്ന് വായിച്ചത്. ദിസ് ഇസ് സംതിങ് വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡ്. കാരണം നമ്മൾ വെറും ബൈബിള് വെറുതെ ഒരു പുസ്തകമല്ല പ്രിയപ്പെട്ടവരെ. ബൈബിള് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഇറ്റ് ഇസ് എ കവണന്റ് ഓഫ് ഗോഡ്. ഒരു ഉടമ്പടിയാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ഗുഡ് പീപ്പിൾ. നമ്മൾ അറിയാം ബൈബിളാണ് ഏറ്റവും അച്ചടിച്ചത് പുസ്തകം, അത് ഇത്ര ഭാഷകളിലുണ്ട്, ഇത്രയുണ്ട്, അതുണ്ട്. അതൊക്കെ ഈസ് നോട്ട് റെലവെന്റ്. As far as you are concerned, is it the book of life for you? ജീവന്റെ പുസ്തകമാണോ? That is the only thing that matters. Why, sister? വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ. എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം കാലം നിങ്ങളുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിയമത്തിൻ്റെ മക്കളായിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്ത ഒരനുഗ്രഹവും നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ അനുഗ്രഹം ആർക്കാ കൊടുത്തത്? എബ്രഹാമിനാണ് അനുഗ്രഹം വാഗ്ദാനം ചെയ്തത്, അല്ലേ? നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ ബ്ലെസ് യു, ബ്ലെസ് ബ്ലെസ് ബ്ലെസ്. ഗലേഷ്യൻസ് 3:13-14 ഒന്ന് വായിച്ചേ. ഗലേഷ്യൻസ് 3:13 and 14. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന്. എന്താണ് ശാപം? എനിക്ക് അവകാശമില്ലെന്നാണ് ശാപം. അവകാശമില്ലെങ്കിൽ എൻ്റെ നിത്യത പിശാചിൻ്റെ കൂടെയാണ്.